നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ പിറന്നാൾ പൂരാടമാണ്. പൂരാടം നക്ഷത്രത്തിന് ഇന്ന് പിറന്നാളായിട്ട് വരുന്നത് ഭാഗ്യദായകമാണ്. വെള്ളിയാഴ്ച പിറന്നാൾ വരുന്നത് പൊതുവേ ഭാഗ്യമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഏഴര ശനിക്കാലമായതുകൊണ്ട് എന്ത് പ്രയത്നവും ആദ്യമൊരു തടസ്സത്തിന് ശേഷം മാത്രമേ ലഭിക്കൂ എന്ന് പ്രത്യേകിച്ചറിയാം. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വളരെയധികം പ്രതീക്ഷയൊക്കെ വരുന്നൊരു ദിവസമാണ്. പ്രതീക്ഷ അനുസരിച്ച് തന്നെ ചില കാര്യങ്ങളൊക്കെ ശരിയായി വരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദേശ ബന്ധം വന്നു ചേരുവാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണെന്നറിയാം. ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. പുതിയ ബിസിനസ് പ്രോജക്ട്സ് വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. ആദ്യം ഒരു കാര്യ തടസ്സം വന്നാലും വസ്തു വിൽപ്പനയ്ക്കുള്ള ഭാഗ്യവും അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനുള്ള ഒരു യോഗവുമൊക്കെ ഇന്ന് കാണുന്നു. മിഥുനം രാശി മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു. ദൂരദേശ യാത്രയ്ക്കുള്ള ഭാഗ്യമുണ്ട്. യാത്രയിൽ ബിസിനസ്സൊക്കെ തരപ്പെടുവാനുള്ള ഭാഗ്യവും കാണുന്നു. വിവാഹ കാര്യങ്ങൾക്ക് അതിൽ തീരുമാനമെടുക്കുവാൻ പറ്റിയ ദിവസമല്ല എന്നറിയാം. കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. പൊതുവെ സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു. കോസ്റ്റ്ലി പ്രസൻസ്, കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം, പുതിയ അവസരം, പണം, പ്രശസ്തി ഇവ ലഭിക്കുവാനും പ്രണയിക്കുവാനുമൊക്കെ സാധ്യതയേറെയുള്ള ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. യാത്ര അലച്ചിൽ, അല്പമൊരു കാര്യതടസ്സം, അധിക പണച്ചെലവ്, പഴയ കടമൊക്കെ ഉള്ളവർക്ക് മനസ്സിനല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇവയൊക്കെ വരാമെങ്കിൽ തന്നെയും ഈ പ്രയാസങ്ങളൊക്കെ ദിവസം മുന്നോട്ട് പോകുന്തോറും കുറഞ്ഞു വരും. കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പുതിയ ബിസിനസ് പ്രോജക്ട്സ് ഒക്കെ തരപ്പെടുന്ന ഒരു ദിവസമാണ്. ജോലിയുള്ളവർക്ക് സാലറി അരിയേഴ്സ് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ എത്തുവാനുള്ളൊരു യോഗവും ഇന്ന് കാണുന്നുണ്ട്. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. കാര്യ തടസ്സമുണ്ടായിരുന്നവർക്ക് ആ തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു ദിവസമാണ്, പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. വാഹനത്തിന് ചെറിയ പ്രയാസങ്ങൾ വരാം. രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം കഴിയുന്നതും കുറയ്ക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. കൂട്ടുകെട്ടുകൊണ്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ വരുവാൻ സാധ്യതയേറെയുള്ള ഒരു ദിവസമാണ്. വേണ്ടപ്പെട്ടവരെ കൊണ്ട് അധിക പണച്ചെലവ് വരുവാനുള്ള സാധ്യതയും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. വാഹനം വാങ്ങുന്നതും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഏറെ നല്ലത്. ചെറിയ സാമ്പത്തിക ലാഭം ഇന്ന് പ്രതീക്ഷിക്കാം. മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യപരമായി ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത, ജോയിൻസിനൊക്കെ വേദനയോ മൈഗ്രെയിൻ പോസിബിലിറ്റീസ് ഉള്ളവർക്ക് അല്പമൊരു പ്രയാസമൊക്കെ വരുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങളിൽ അല്പമൊരു താല്പര്യം കുറയാം, അതിനുള്ള അവസരം കുറയുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം. ബന്ധുജന സമാഗമം അല്ലെങ്കിൽ പഴയ പരിചയക്കാരെ കാണുവാനുള്ള ഭാഗ്യം, ആഘോഷങ്ങൾ, പാർട്ടിയിങ് ഇവയ്ക്കുള്ള സാധ്യത ഇന്ന് ഏറെയാണ്. അധിക പണച്ചെലവും ഇന്ന് കാണുന്നുണ്ട്.
മീനം രാശി പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി. പൊതുവെ അനുഭവപ്പെട്ടിരുന്ന ഒരു കാര്യ തടസ്സം ഇന്ന് നീങ്ങുവാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാം. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലോൺ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, ഗവൺമെൻറ് സാങ്ഷൻ ഇവയൊക്കെ വരുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ലോണൊക്കെ തരപ്പെടും എന്നുള്ളതുകൊണ്ട് പുതിയ വാഹനം വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിൽ കാണുന്നു.